വീടിനകത്തും പുറത്തും മത്സ്യങ്ങളാൽ സമൃദ്ധം. ഇതാണ് ആലപ്പുഴ പഴവീട് സ്വദേശി ബിനോയുടെ അട്ടിയിൽ വീടിനെ കുറിച്ച് പറയാനുള്ളത്. വീടിന് സമീപത്തെ 4 ഏക്കർ എന്നുവേണ്ട വീടിനകവും ബിനോയ്ക്ക് മത്സ്യകൃഷിയിടം തന്നെ. അച്ഛൻ ശശിധരൻ തെളിച്ചു തന്ന കൃഷിയുടെ പാതയിലൂടെയുള്ള ജൈത്രയാത്ര നീണ്ട 12 വർഷത്തിലെത്തി നിൽക്കുമ്പോഴും വിജയപഥത്തിങ്കലാണ് 36 വയസ്സുകാരൻ ബിനോയ്. ബിരുദധാരിയായ ഈ യുവാവ് മത്സ്യകൃഷിയിലേക്ക് തിരിയാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ. എൻ്റെ അച്ഛനാണ് ഇത് തുടങ്ങിയത്. അച്ഛൻ പമ്പിങ് കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ അന്ന് ഈ മടവലയിലൊക്കെ ഒത്തിരി മീനെ കിട്ടുമായിരുന്നു. അപ്പോൾ ആ മീൻ നശിച്ചു പോകരുതല്ലോ എന്ന് ഓർത്ത് സേവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആദ്യമായിട്ടൊരു കുളം തുടങ്ങിയത്. പക്ഷേ ആദ്യത്തെ കൃഷിയൊക്കെ നമുക്ക് വലിയ പരാജയമായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളെ കിട്ടാനുള്ള അവൈലബിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടായി. നമുക്ക് കുഞ്ഞുങ്ങളെ ഇവിടെ ഒന്നും ഇല്ല, എന്നിട്ട് ഞങ്ങൾ മലമ്പുഴ ഡാമിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടാനുള്ള ദൗർലഭ്യം മൂലം നമ്മൾ ഫിഷറീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞൊരു കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഈ യൂണിറ്റ്. എൻ്റെ മേഖല ഇതല്ലായിരുന്നു, ഞാൻ പഠിച്ച ബികോം ആയിരുന്നു. പക്ഷേ മീനിൻ്റെ ഈ മേഖലയിലോട്ട് തിരിഞ്ഞ് ഇപ്പം കുഴപ്പമില്ല, നല്ല പ്രൊഡക്ഷൻ. നമ്മൾ ഒരു വർഷമായിട്ട് പറഞ്ഞാൽ ഒരു 30 ലക്ഷം കുഞ്ഞുങ്ങൾ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അത് 1 കോടി കുഞ്ഞുങ്ങളാക്കാനുള്ളതാണ് ഞങ്ങളുടെ പ്ലാന്. എന്നാലും ഇപ്പോൾ സർക്കാരിന് തന്നെ 30 ലക്ഷം കുഞ്ഞുങ്ങൾ നമ്മൾ ഒരു വർഷം കൊടുക്കുന്നുണ്ട്. ഇപ്പം മത്സ്യകൃഷി തുടങ്ങിയ ആദ്യകാലങ്ങളിൽ പരാജയത്തിന്റെ കൈപ്രസമായിരുന്നു ആവോളമെങ്കിൽ പിന്നീട് അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് വിജയത്തിലേക്ക് നടന്നടക്കുകയായിരുന്നു ഈ യുവാവ്. ഇപ്പോഴിതാ വീടിനു ചുറ്റും വലുതും ചെറുതുമായ കുളങ്ങളിൽ ധാരാളം മത്സ്യങ്ങൾ, അവയൊക്കെയും വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ളവ. വൈവിധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 40-ൽ പരം മത്സ്യങ്ങളാണ് ഇവിടെയുള്ളത്. അവയിൽ തന്നെ സമ്പൂർണ്ണ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഉണ്ട്. ജലത്തിൽ വളരുന്ന പോളയും പായലുമാണ് ഗ്രാസ് കാർപ്പ് എന്ന ഇനത്തിന്റെ ആഹാരമെങ്കിൽ ആഫ്രിക്കൻ മുഷി, റെഡ് ബെല്ലി എന്ന ഇനത്തിൽപ്പെടുന്നവയ്ക്ക് അറവുശാല അവശിഷ്ടങ്ങളും ഇറച്ചി കഷ്ണങ്ങളും ചെറുമീനുകളുമാണ് ഭക്ഷണം. പമ്പ ഫിഷ് ഹാച്ചറി എന്ന നാമധേയത്തിലുള്ള 4 ഏക്കർ വിസ്തൃതമായ ഫാമിൽ രോഹു, കട്ല, തിലോപ്പിയ, കരിമീൻ എന്ന് തുടങ്ങി മലേഷ്യൻ വാള, റെഡ് ബെല്ലി എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര മത്സ്യസമ്പത്താണ് ഉള്ളത്. ഇവയ്ക്കൊക്കെ 4 പാടും വലകൾ വിരിച്ചുള്ള സംരക്ഷണ കവചവും ഒരുക്കിയിട്ടുണ്ട്. അതേസമയം സർക്കാരിന്റെ മത്സ്യസമൃദ്ധി പദ്ധതിയിലൂടെയും ഒരു നെല്ലും ഒരു മീനും പദ്ധതിയിലൂടെയും നല്ല ആദായം ലഭിക്കുന്നുണ്ടെന്ന് ബിനോയ് പറയുന്നു. ബ്രീഡിംഗിലൂടെ വിരിയിച്ചെടുക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ 1 മാസം പ്രായമാകുമ്പോൾ സർക്കാരിന് നൽകുന്നു. 30 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇത്തരത്തിൽ സർക്കാരിന് നൽകുന്നത്. സർക്കാരിന് മാത്രമല്ല, ആവശ്യക്കാർക്കൊക്കെ മത്സ്യക്കുഞ്ഞുങ്ങളെ എത്തിക്കാറുണ്ട് ബിനോയ്. മത്സ്യകൃഷിക്ക് പുറമെ ഫാൻസി ടൈപ്പ് കോഴികളും വിവിധയിനം പ്രാവുകളും വരെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കുടുംബത്തിന്റെ പിന്തുണയാണ് കൃഷിയിൽ വിജയം കൊയ്യാൻ ബിനോയ്ക്ക് പ്രചോദനം നൽകുന്നത്. മത്സ്യകൃഷിയിലൂടെ കൂടുതൽ ആദായം നേടുകയാണ് അട്ടിയിൽ വീട്ടിൽ ബിനോയും കുടുംബവും. കൃഷിയെന്ന് കേട്ടാൽ മുഖം തിരിക്കുന്ന ഇന്നത്തെ യുവതലമുറയ്ക്ക് സ്വന്തം ജീവിതത്തിലൂടെ ഉത്തമ മാതൃക കാട്ടുകയാണ് ഈ ചെറുപ്പക്കാരൻ. ക്യാമറമാൻ മർഡോണയോടൊപ്പം ആശാ ജെ ആന്റണി, ആലപ്പി ന്യൂസ്.